വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു അടിപൊളി ടോൾ കേക്കിൻ്റെ ഡെക്കറേഷനും അതുപോലെ തന്നെ കുറച്ച് ഹാമ്പേഴ്സ് ഐഡിയാസും ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബർത്ത്ഡേക്ക് കൊണ്ടുപോയിട്ടുള്ള ഗിഫ്റ്റ് സെറ്റാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് കാണിച്ചിട്ടുള്ളത് കേക്കിൻ്റെ ഡെക്കറേഷനും അതുപോലെ തന്നെ ഈ ഹാമ്പർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിത് രാത്രിയാണ് കേട്ടോ, രാത്രി ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുള്ള കേക്കാണ് ഇത്. 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത് 1 kgയുടെ ബാറ്റർ 2 തവണയായിട്ട് 6 ഇഞ്ചിൻ്റെ പാനിൽ ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ 6 ഇഞ്ചിൻ്റെ എൻ്റെ കയ്യിൽ 2 പാനുണ്ട്. അപ്പോൾ ആ 2 പാനിൽ 1 kgയുടെ ബാറ്റർ ഒരു തവണ ബേക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും 1 kgയുടെ ബാറ്റർ ഒരു തവണ ബേക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു 1 kgയുടെ ബാറ്റർ ചെയ്യുന്ന വീഡിയോ ഞാൻ 1 kgയുടെ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊന്നും കാണിക്കാത്തത്. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് കാണാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ള കളർ എന്ന് പറയുന്നത് ഷെഫ് മാസ്റ്ററിൻ്റെ പർപ്പിൾ കളറാണ് കേട്ടോ. അപ്പോൾ ബീറ്റ് ചെയ്ത ക്രീമിലോട്ട് പർപ്പിൾ കളർ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഷാർപ്പ് എഡ്ജ് വരുത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഷാർപ്പ് എഡ്ജ് ചെയ്യുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടോൾ കേക്കിൽ ഷാർപ്പ് എഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നല്ല വലിയ സ്ക്രാപ്പർ വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പലറ്റ് നൈഫ് തന്നെ എടുക്കാം കേട്ടോ. പലറ്റ് നൈഫ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സ്ക്രാപ്പർ നമുക്ക് നോർമലായിട്ടുള്ള സ്ക്രാപ്പർ 2 kgയുടെ ടോൾ കേക്ക് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അതിൽ 2 kgയുടെ ടോൾ കേക്ക് എന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റിലുണ്ടാവും. അതും 6 ഇഞ്ചിൻ്റെ പാനൽ ചെയ്യുന്നത് നല്ല ഹൈറ്റിൽ, അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ടോൾ കേക്ക് ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഷുഗർ സിറപ്പ് ഒരുപാട് അങ്ങ് വെറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ക്രം കോട്ടിങ് ചെയ്തിട്ട് സ്റ്റിക്ക് കുത്തിക്കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്നില്ല എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു വീഡിയോ എടുത്തോ, ഒരു ഹാമ്പർ സെറ്റൊക്കെ അല്ലേന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ഞാൻ കാണിക്കാതെ വിട്ടിട്ടുള്ളത് കേട്ടോ. ഇൻഷാല്ലാ ഞാൻ ഇനിയൊരു ടോൾ കേക്കിൻ്റെ വീഡിയോ ഏതെങ്കിലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇടാം. അപ്പോൾ അത്ര ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഒരുപാട് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യേണ്ട, പിന്നെ ഉള്ളിൽ സ്റ്റിക്ക് കുത്തിക്കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് ഷാർപ്പ് എഡ്ജ് വരുത്തി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ല, നല്ല നീറ്റാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം. ഞാനിപ്പോൾ പാലറ്റ് നൈഫ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഷാർപ്പ് എഡ്ജ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഷാർപ്പ് എഡ്ജ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ പോയി കാണുക കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, കമൻറ്റിൽ പിന്നായിട്ടും വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷാർപ്പ് എഡ്ജ് ചെയ്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്രഷ് ഫ്ലവേഴ്സാണ്, ജെർബറി ഫ്ലവേഴ്സാണ്. അപ്പോൾ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ ഈ ഒരു ഫ്ലവേഴ്സ് എവിടെ നിന്ന് കിട്ടുമെന്ന്. സാധാരണ നമ്മുടെ ഫ്ലവർ ഷോപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ചില ഫ്ലവർ ഷോപ്പിൽ നമ്മൾ ഓർഡർ ചെയ്യേണ്ടി വരുന്നുണ്ട്, പ്രീ ഓർഡർ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ചിലയിടത്ത് നമുക്ക് റെഡിമെയ്ഡായിട്ട് തന്നെ നമുക്ക് അന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 4 ദിവസമൊക്കെ വെള്ളത്തിലിട്ടിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലവർ ജിപ്സം ഫ്ലവർ ആണ് കേട്ടോ. ജിപ്സം ഫ്ലവർ എന്ന് പറഞ്ഞിട്ടും നമുക്ക് അവിടെ ഫ്ലവർ ഷോപ്പിൽ തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് 50 രൂപക്ക് 60 രൂപക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പോൾ അതും ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ തണ്ടുണ്ടല്ലോ, ആ തണ്ടിലോട്ട് സെല്ലോ ടേപ്പ് നന്നായിട്ട് ചുറ്റി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ചെറിയ അഴുക്കോ കരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേക്കിലോട്ട് പറ്റിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ സെല്ലോ ടേപ്പ് അല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ടാപ്പ് കിട്ടുമല്ലോ, ഗ്രീൻ ടാപ്പ് ആയാലും കുഴപ്പമില്ല, ചുറ്റി കൊടുത്താൽ മതി. ഇല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് കേക്കിലോട്ട് ഇറക്കി കൊടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല. കേക്ക് നമ്മൾ കഴിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റോസാപ്പൂ അതുപോലെ തന്നെ ജെർബറിയൊക്കെ വെക്കുമ്പം അതൊന്ന് നന്നായിട്ട് കവർ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബോർഡറായിട്ട് കൊടുക്കുന്നത് ഇതുപോലത്തെ സ്പാർക്ലിംഗ് ഷുഗറാണ്.
അപ്പം ഞാൻ മിനിഞ്ഞാന്ന് ഇട്ട ഒരു വീഡിയോയിൽ ഈ ഒരു സ്പാർക്ക്ലിംഗ് ഷുഗറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനിലായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഷോപ്പിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് ആമസോണിൽ സ്പാർക്ക്ലിംഗ് ഷുഗർ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, നിങ്ങൾക്ക് കിട്ടും. പല കളറിലുള്ളതും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് കേക്ക് ബോർഡിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ച് ചെറിയൊരു ബോർഡറായിട്ട് മാത്രമാണ് ഞാൻ കൊടുക്കാമെന്ന് ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മാത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭംഗി തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്തും കൂടി കൊടുത്തിട്ടുണ്ട്. താഴെ മാത്രമായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിൽ വേണ്ട, മുകളിൽ കൊടുക്കുന്നില്ല, താഴെ മാത്രം കുറച്ച് ബോർഡർ മാത്രമായിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്. മുകളിൽ മൊത്തം പർപ്പിൾ കളറും അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ യെല്ലോ കളറിൻ്റെ ഫ്ലവറൊക്കെ വന്നതുകൊണ്ട് തന്നെ ഈ താഴെ ഈ ഒരു ഗോൾഡൻ ബോർഡർ കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായി. പിന്നെ അതൊന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് പേൾസ് ഉണ്ടല്ലോ, ഗോൾഡൻ പേൾസ്, ഷുഗർ പേൾസ്, അപ്പോൾ അതും കൂടി ഞാൻ ഇടയിൽ എങ്ങനെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. മുകളിലും ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ് കേട്ടോ. നാളെയാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റ് ആവണം. ടോൾ കേക്കൊക്കെ നന്നായിട്ട് സെറ്റായാൽ മാത്രമേ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ചെരിഞ്ഞു പോകാനും മറിഞ്ഞു വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിറ്റന്നാൾ ഞാനിതുപോലത്തെ മെറ്റാലിക് ഹാമ്പറിൽ ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് സെല്ലോ ടാപ്പ് ഒട്ടിച്ച് കൊടുത്തതാണ് കേട്ടോ. സെല്ലോ ടാപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഹാമ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് സെല്ലോ ടാപ്പൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ട് ചോക്ലേറ്റ് ഷേക്ക് ആവാത്ത വിധത്തിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലത്തെ നൈലോൺ നെറ്റ് വേണം. അപ്പോൾ നൈലോൺ നെറ്റ് ഞാനിത് 1 മീറ്ററാണ് കേട്ടോ. ഒരു ഹാമ്പറിന് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത് 1 മീറ്ററാണ്. അപ്പോൾ ഇതുപോലത്തെ നൈലോൺ നെറ്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഹാമ്പർ ഇങ്ങനെ മിഡിലായിട്ട് വെച്ച് കൊടുക്കുക. കൈ ഇങ്ങനെ പൊക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ കയ്യിലെ ഹാമ്പറാണ്. ഇതുപോലത്തെ പല ഹാമ്പറും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇൻഷാല്ല ഞാൻ ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പല ഡിസൈനിലും നമുക്ക് ഇങ്ങനെ നെറ്റ് കൊടുത്തിട്ട് ഹാമ്പർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് സിമ്പിളായിട്ടുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഹാമ്പറിൻ്റെത്. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ നെറ്റ് പിടിക്കുക. എന്നിട്ട് നമ്മളൊരു റബ്ബർ ബാൻഡോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിബണോ ഇട്ടിട്ട് ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഹാമ്പറിൻ്റെ കൈയൊന്നും അനങ്ങുന്നില്ല, നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ബാക്കി വരുന്ന നമ്മുടെ നൈലോൺ നെറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഒരുപോലെ ആക്കി കത്തിരിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കട്ടാക്കി കൊടുത്തപ്പം ഇപ്പം തന്നെ നല്ലൊരു ഫ്ലവറിൻ്റെ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഇനി ഫ്രഷ് ഫ്ലവേഴ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇനി ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നില്ലെങ്കിലും ഇപ്പം തന്നെ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ ആ നെറ്റൊക്കെ നല്ല രീതിയിലൊന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. കൂടുതലായിട്ട് വന്നിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ടാക്കി ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഒരു ഹാമ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഡെലിവറി ചെയ്യാനാവുമ്പോഴാണ് നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സ് എല്ലാറ്റിലും കൂടി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രസ്സ് കൊടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് എക്സ്പെൻസ് കുറച്ചിട്ടാണ് അവർ ഹാമ്പർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സ് വെക്കാനായിട്ട് ഇതുപോലത്തെ കേക്കിൻ്റെ ബോക്സ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് ബോക്സ് ഉണ്ടാവുമല്ലോ, ആ മുകൾ ഭാഗം കാണുന്ന ഒരു ബോക്സ് എടുത്തിട്ട് അതിനുള്ളിൽ ഞാൻ ഡ്രസ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ബൗ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിത് സെല്ലോ ടാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ആദ്യം. അതിന് മുകളിലായിട്ട് ഞാൻ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി ഇതുപോലത്തെ ബൗ നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാനിത് വാങ്ങിച്ചിട്ട് ഇത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഗിഫ്റ്റ് പോലെ അങ്ങനെ പാക്കിംഗ് ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാവുമല്ലോ ഈ ഒരു ഡ്രസ്സ് കാണാനായിട്ട്. പിന്നെ ഹാമ്പറിൽ 2 ഹാമ്പർ ഉണ്ട്. ഒരു കപ്പ് കേക്ക് ഹാമ്പറും കൂടി ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. ഇതിൽ ഇതുപോലത്തെ ബൗ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് കേക്കിൻ്റെ ബോക്സ് ആണെന്നൊന്നും പെട്ടെന്ന് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. നല്ലൊരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ആ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൗവും കൂടി ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ ബോക്സും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കപ്പ് കേക്ക് ഹാമ്പർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് മെറ്റാലിക് ഹാമ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്, ഞാൻ റൗണ്ട് ഷേപ്പിലുള്ളത്. അതിനുള്ളിൽ കപ്പ് കേക്ക്സ് ഇറക്കി വെച്ചിട്ടുണ്ട്. കപ്പ് കേക്ക്സ് ഞാൻ ആ ചെറിയ പേപ്പർ കപ്സ് ഉണ്ടല്ലോ, ആ പേപ്പർ കപ്സിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. മറ്റേ കപ്പിൽ, കട്ടിയുള്ള കപ്പിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലുതായിരിക്കും സൈസ്. അപ്പോൾ നമുക്കിതുപോലെ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കപ്പ് കേക്ക്സ് ഈ ഒരു ഹാമ്പറിനുള്ളിലോട്ട് ഇറക്കി വെച്ചിട്ടാണ് ഞാൻ
ഫ്ലവേഴ്സ് റോസറ്റ വരച്ച് കൊടുക്കുന്നത്. റോസറ്റ വരച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കാനായിട്ട് കുറച്ച് പാടാണ്. ക്രീമിലോട്ട് കൈയൊക്കെ ടച്ചാവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹാമ്പറിനുള്ളിലോട്ട് ഇറക്കി വെച്ചിട്ട് ഇതുപോലെ റോസറ്റ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്യാപ്പ് വരുന്ന സ്ഥലത്തൊക്കെ നമ്മുടെ ജിപ്സം ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു നെറ്റിനുള്ളിൽ ഇങ്ങനെ ആ കപ്പ് കേക്ക്സ് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കേക്കിൻ്റെ കളറ് പർപ്പിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ റോസറ്റ വരക്കുന്ന നോസിലുണ്ടല്ലോ അതിനുള്ളിലോട്ട് ഒരു സൈഡിലോട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ ഒരു സൈഡിലോട്ട് പർപ്പിൾ കളറാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പർപ്പിളും വൈറ്റും കോമ്പിനേഷനിൽ നമ്മുടെ കപ്പ് കേക്ക്സ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ജിപ്സം ഫ്ലവർ ഇതിനുള്ളിൽ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഇനി നമുക്കിത് നെറ്റിൽ കവർ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ടും എടുത്തിട്ടുള്ളത് 1 മീറ്റർ നെറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു മീഡിയം സൈസ് ഹാമ്പറിന് 1 മീറ്റർ കട്ട് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ നമുക്കിതുപോലെ കറക്റ്റായിട്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറുതാണെങ്കിൽ നമുക്കിതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കവർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്യണമെന്നില്ല, വേറെ രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കപ്പ് കേക്ക് ഹാമ്പർ ആകുമ്പോൾ ഫുള്ളായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ കപ്പ് കേക്കിൻ്റെ ക്രീമിലോട്ടൊക്കെ നെറ്റ് പറ്റിപ്പിടിച്ചിട്ട് പിന്നെ അതൊരു ബോറായി തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ ടൈറ്റാക്കി പിടിച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കൈയൊന്നും അനങ്ങാണ്ട് തന്നെ അങ്ങനെ കിടക്കും. കപ്പ് കേക്ക്സ് ആണെങ്കിലും ഷെയ്ക്കാവോ അങ്ങനെയൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കപ്പ് കേക്ക്സ് വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ഡബിൾ ടാപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒട്ടും അനങ്ങില്ല. അപ്പം ഞാൻ ഈ ഒരു ഹാമ്പറും കൂടി നേരത്തെ റെഡിയാക്കിയ പോലെ തന്നെ റബ്ബർ ബാൻഡിൽ കെട്ടിയിട്ട് ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാത്തിലും ഫ്രഷ് ഫ്ലവർ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കേക്കിൽ വെച്ചിട്ടുള്ള സെയിം ഫ്ലവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ കേക്കിൽ ഇതുപോലത്തെ യെല്ലോ ജർബറി വെച്ചതുകൊണ്ട് തന്നെ ഹാമ്പറിലും ഇതുപോലെ തന്നെ ഞാൻ യെല്ലോ ജർബറി തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്വിക്കോ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ റിബൺ ഇട്ടിട്ടോ കെട്ടിക്കൊടുത്താലും മതി. അപ്പോൾ 2 ഹാമ്പറും ഞാൻ ഇതുപോലെ തന്നെ ഫ്രഷ് ഫ്ലവർ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹാമ്പർ എന്ന് പറയുന്നത് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്നൊരു ഹാമ്പറാണ്. ഇപ്പോൾ ഹാമ്പറൊക്കെ നമുക്ക് എല്ലാ ഷോപ്പിലും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഹാമ്പർ മേടിച്ചിട്ട് നെറ്റ് മേടിച്ചിട്ട് നമുക്ക് തന്നെ ഹാമ്പർ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് പുറത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ് ഈ ഒരു ഹാമ്പർ മേക്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഗിഫ്റ്റ് ബോക്സും മേക്കിങ്ങും ഒക്കെ. അപ്പോൾ ഇതിനൊക്കെ റേറ്റ് എങ്ങനെയാണെന്ന് നിശ്ചയിക്കുക എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കേക്കിന് നമുക്ക് റേറ്റ് ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവർ അല്ലേ, ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവറിന് 2 kgക്ക് 1200. അതുപോലെ തന്നെ ടോൾ ആക്കിയതിന് ഒരു 100 എക്സ്ട്രാ എടുക്കുക. അപ്പോൾ 1300 ടോപ്പറിൻ്റെ 100 എക്സ്ട്രാ എടുക്കുക. 1400 ഫ്ലവേഴ്സിൻ്റെ 100 എക്സ്ട്രാ എടുക്കുക. 1500. അങ്ങനെ നമ്മൾ കേക്കിന് വില ഇടുക. ഏതൊക്കെ നമ്മൾ എക്സ്ട്രാ സാധനങ്ങൾ കൂട്ടുന്നുണ്ടോ അതിൻ്റെയൊക്കെ നമ്മൾ എക്സ്ട്രാ കൂട്ടിയിട്ട് വില ഇടുക. അതുപോലെ തന്നെ ആ ഒരു ബോക്സിന് 300 റുപ്പീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു 300 റുപ്പീസും കൂടി എക്സ്ട്രാ വാങ്ങിക്കുക. പിന്നെ ഹാമ്പറിൻ്റേത് നമ്മൾ വാങ്ങിച്ച എല്ലാ സാധനങ്ങളുടെയും കൂട്ടിക്കഴിഞ്ഞിട്ട് നമ്മളുടെ കൂലിയായിട്ട് ഇതിപ്പോൾ സിമ്പിളല്ലേ, അപ്പോൾ ഇതിന് ഒരു 100-150 വാങ്ങിക്കാം. ഒരു ഹാമ്പറിന് കുറച്ചും കൂടി വർക്ക്സ് കൂടുതൽ ഉണ്ടെങ്കിൽ ഒരു 200-250 വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ റേറ്റിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേർക്ക് കൺഫ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ ഇടാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇൻഷാ അല്ലാ പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സിമ്പിളായിട്ടുള്ള ഹാമ്പർ അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള നമ്മുടെ കേക്ക് ഡെക്കറേഷനും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.